മിണ്ടാതെ അവിടെ ഇരുന്നോണം, അല്ലെങ്കിൽ പിടിച്ചകത്തിടും. എന്താണോ കറക്റ്റായിട്ട് പ്രതിപക്ഷത്തിന്റെ ആളെയാണല്ലോ കൊണ്ടുവന്നിരുത്തിയിരിക്കുന്നത്. അത് നിങ്ങൾ കറക്റ്റായിട്ട് പറഞ്ഞല്ലോ. എടോ അതെ, നിങ്ങൾ അറിയാത്തതൊന്നുമല്ല, മുകളിൽ നിന്നുള്ള പ്രഷറാ. ഇത് ആദ്യമായിട്ടൊന്നുമല്ലല്ലോ, നിങ്ങളെ കക്ഷിയിൽ ഇത് ചെയ്യാറില്ല. അപ്പൊ മാസാമാസം ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതോ? എന്തായാലും പിന്നീട് സംസാരിക്കാം. പുതിയ DSP വരുന്നുണ്ട്, നിങ്ങൾ ആദ്യം ചെല്ല്. പുതിയ DSP എന്ന് പറയാൻ എനിക്ക് ഇപ്പൊ തന്നെ മറുപടി. പഴയ ആളുടെ കൂട്ടല്ല, സ്ട്രിക്റ്റ് ആണ്. ഞാൻ കാണാതെ പോലീസോ? ഒരക്ഷരം മിണ്ടരുത്. ഇതുവരെ നീ കണ്ട പടവലങ്ങ പോലീസ് അല്ലിത്. ഉഗ്രപാണ്ഡ്യൻ. കാക്കി വേഷം ധരിച്ചവരല്ലാത്തവരെ പിടിച്ച് അകത്തിടോ. നിങ്ങൾ വീട് നോക്കിയോ ഇല്ലയോ? എടീ, ഇപ്പോഴാണ് ഞാൻ ഈ ഓഫീസിലേക്ക് വന്നത്. അതിനുള്ളിൽ നിനക്ക് ഇത്ര ധൃതിയോ? ഒന്ന് സമാധാനപ്പെട്, ഞാൻ ചോദിച്ചിട്ട് പറയാം. എടോ ഇവിടെ സർ, വാടകയ്ക്ക് നല്ലൊരു വീട് കിട്ടൂടോ? സർ, രാമസ്വാമി സ്ട്രീറ്റിൽ വീട് കിട്ടും, പക്ഷെ അവിടെ ഒരു പ്രശ്നം. എന്താ പ്രശ്നം? തെങ്കാശി DSP ആണ് ഞാൻ. എന്റെ വീട്ടിലും പ്രായപൂർത്തിയായ ഒരു പെണ്ണുണ്ട്. വാടോ, പോയി നോക്കാം എന്താന്ന്. സർ, തുണിക്കട മുതലാളിയുടെ കൊച്ചുപോലും തുണിയില്ലാതെ ജനിക്കുന്നത്. എന്താടോ പറയുന്നേ? നിങ്ങളുടെ മോൾ ഒരു പെണ്ണല്ലേ? ആ വീട് കൺഫേം ചെയ്യേ. വാ. സാർ, വീട് നോക്കാൻ പോയപ്പോഴേ വണ്ടി പഞ്ചറായി. ശകുനമേ ശരിയല്ല. വീട് നോക്കാൻ പോകുന്നത് EVR രാമസ്വാമി സ്ട്രീറ്റിൽ. ഇതിന് വേറെ ശകുനം നോക്കേണ്ട ആവശ്യമുണ്ടോ? സാർ, വണ്ടി റെഡിയാണ് സാർ. ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഈ പേരാണ് പ്രശ്നം. സാർ, ഈ ഏരിയ ബ്രോക്കർ നീയല്ലേ? അതൊക്കെ മുമ്പായിരുന്നു സാർ. എന്താണ് ഒരു ബന്ധുവല്ല സംസാരിക്കുന്നത്? പോലീസിനെ കാണുമ്പോൾ ഒരു പേടിയുണ്ട് സാർ. തിരുവങ്കടത്തിന്റെ വീട് എവിടെയാ? ഈ വീടാണ് സാർ. ഈ വീട് ഒഴിഞ്ഞെടുക്കല്ലേ? അതെ സാർ. അത് തുറക്കാം സാർ. പോലീസുകാരോടാ കളി. തുറന്നു സാർ. വീട് എനിക്ക് ഇഷ്ടപ്പെട്ടു. നാളെ രാവിലെ സാധനങ്ങൾ മാറ്റും. സാറേ, ആ നിൽക്കുന്നതാ തിരുവങ്കടം. ആരാടോ അത്? ഇവിടെ പുതുതായിട്ട് വന്ന DSPയാ. വീട് കണ്ട് ഇഷ്ടപ്പെട്ടു, അഡ്വാൻസ് തന്ന് പോയിരിക്കുക. അവന് പെൺകുട്ടിയുണ്ടോ? സാറേ, പോലീസിനെ കണ്ടപ്പോ തന്നെ കൈയും കാലും വിറയ്ക്കുക. പിന്നെ എങ്ങനെ പെൺകുട്ടി ഉണ്ടെന്ന് ചോദിക്കുന്നത്? റൂളാണ്. അവന് പെൺകുട്ടി ഇല്ലെങ്കിൽ നിന്നെ ഷൂട്ട് ചെയ്യും ഞാൻ. പെണ്ണിന് ഞാൻ ഇനി എവിടെ പോവാനാ? എനിക്ക് കല്യാണം ആയിട്ടില്ല. പെണ്ണില്ലെങ്കിൽ ഇയാള് വെടിവെക്കുമെന്ന് പറയുക. വീട് കൊടുത്തില്ലെങ്കിൽ അയാള് വെടിവെക്കും. കുറയാനല്ലേ ഓടുന്നേ? ഇതുപോലെ അടി കിട്ടിയാ കൊഴുപ്പ് കുറയും. കറക്റ്റാ സിസ്റ്റർ. എന്നെ കണ്ട സിസ്റ്റർ ആയിട്ട് തോന്നുന്നുണ്ടോ നിനക്ക്? മാറിക്കട. കണ്ടില്ലേ, ആണി അടിച്ചിട്ട് കേറുന്നില്ല. വീട് നോക്കിയോ ഇല്ലയോ? നീ ഇഷ്ടപ്പെടുന്ന മാതിരി ഒരു നല്ല വീട് നോക്കിയിട്ടുണ്ട്. എന്നെ ഇപ്പൊ തന്നെ എല്ലാം പാക്ക് ചെയ്താലോ? അവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അയ്യോ, അങ്ങനെയാണെങ്കിൽ ആ വീട് നമുക്ക് വേണ്ട. നമുക്ക് ഇവിടെ തന്നെ നിക്കാം. എന്താമ്മേ, എന്നെ വിശ്വാസമില്ലേ? അങ്ങനെയല്ലടി. അമ്മ പറയുന്നിട്ട് അങ്ങനെ തോന്നും. ഡാഡി, നമ്മൾ ആ സ്ട്രീറ്റിൽ പോകുന്നു. ഇതുവരെ അവര് കണ്ട പെണ്ണിനെ പോലെ അല്ല ഞാനെന്ന് തെളിയിക്കും. എന്താ ഡാഡി ഒന്നും മിണ്ടായിരിക്കുന്നേ? എന്നെ വിശ്വാസമില്ലേ ഡാഡിക്ക്? ഉണ്ട് മോളെ, അതുകൊണ്ടല്ലേ ഡാഡി ആ വീട് തന്നെ വാടകയ്ക്ക് എടുത്തത്. സൂപ്പർ ഡാഡി. വേണ്ട കേട്ടോ, അവള് പറയുന്നൊന്നും കേക്കല്ലേ. നീ ചുമ്മാ ഇരിക്കടി. എന്റെ മോളെ എനിക്ക് നല്ല വിശ്വാസാ. ഞാനും എന്റെ മോളും കൂടി ആ കുടുംബത്തിന് ഒരു നല്ല പാഠം പഠിപ്പിക്കുന്നുണ്ട്. അതിരിക്കട്ടെ ഡാഡി, ഞാൻ ടീച്ചറിനെ കുറിച്ച് ഡാഡിയോട് പറഞ്ഞിരുന്നല്ലോ, അതെന്തായി? അതിനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. നാളെ തന്നെ നിനക്ക് ജോയിൻ ചെയ്യാം. പെണ്ണെന്തായാലും ഉണ്ടല്ലോ. വെടിവെക്കും ഞാൻ. അയ്യോ, പെണ്ണില്ലെങ്കിൽ അയാൾ വെടിവെക്കും. ഇന്ന് എന്റെ കാര്യം പോക്കാം. അയ്യോ എന്റെ അമ്മേ, പെണ്ണുണ്ട്. ഇയാളെ നിങ്ങൾക്ക് ചേട്ടനെ പോലെയാ. നിങ്ങൾക്ക് എന്ത് സഹായം വേണമെങ്കിലും ഇയാൾ ചെയ്തു തരും. സാറകത്ത് വേണം.
അമ്മേ എന്ത് സഹായം വേണ്ടേ അമ്മയ്ക്കോ എനിക്കോ? എന്താടി അല്ല അയാളോട് ചോദിക്കാൻ പറഞ്ഞോണ്ടാ. ഇപ്പൊ അതാണോ പ്രധാനം? ആർക്കായാലും നമുക്കെന്താ, അകത്തേക്ക് വാ. എടോ എന്തോ ഇങ്ങോട്ട് വാടോ. സർ പെൺകുട്ടി ഉണ്ടോ? നമ്മൾ വിചാരിച്ചേക്കാളും ഒരല്പം കൂടി അടിപൊളിപ്പെട്ട പെണ്ണൊരുമാതിരി ബണ്ണ് പോലെ ഉണ്ട്. അവളുടെ അമ്മ. സാറേ എടാ ഞാനല്ലേ ചോദിച്ചോ, നീ എന്തിനാ പേടിക്കുന്നത്? വച്ചോ പോയി പുട്ടടി. ഇനി കളി തുടങ്ങാം. അയ്യോ ഈ കളം കടന്ന് തുള്ളുന്ന തുള്ളു കണ്ടില്ലേ? ഇനിയിപ്പോ എന്തൊക്കെ സംഭവിക്കോ ദൈവമേ. എടി അഞ്ജലി, നീ എവിടെ പോവാ? ടെറസിൽ തുണി വിരിക്കാൻ പോവാമ്മ. നീ ഒന്നും ചെയ്യണ്ട, അവിടെ വെച്ചേക്ക്, ഞാൻ പോയി ഇട്ടോളാം. സൂക്ഷിച്ചമ്മേ, ചിലപ്പോ അമ്മ അവര് ലൈൻ അടിക്കും. പാവ എന്റെ അച്ഛൻ. നീ പോ മോളെ. എന്തിനാ അവള് ടെറസിലേക്കൊക്കെ പറഞ്ഞയക്കുന്നത്? എന്താടി? ഓപ്പോസിറ്റ് വീടിനെ കുറിച്ച് അറിയില്ലേ? ഡേ വീണ്ടും ഞാൻ പറയാ, എന്റെ മോളെ എനിക്ക് നല്ല വിശ്വാസാ. പോയി ഭക്ഷണം എടുത്തു വെക്കടി. എന്റെ വായടപ്പിക്കാൻ നോക്കോ? എന്താ മാഡം? ഇത് അഞ്ജലി. ഹലോ മാം. പുതുതായി വന്ന ഇംഗ്ലീഷ് മിസ്സാ. ഓക്കെ മാം. എല്ലാരും ഒന്ന് കാണിച്ചു ഓക്കെ മാം.